നിലനിൽക്കാൻ കഴിയാത്തതല്ല. സ്ത്രീകളായിട്ട് പെരുമാറണം, അപ്പം നിലനിൽക്കും. അതിന് അനുവദിച്ചു കൊടുത്തത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുണ്ടാവാം, തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ചവരുണ്ടാവും. അയ്യോ, അതിപ്പോൾ അവരോട് ചോദിക്കണം, എനിക്കറിയത്തില്ല എന്തോ. അല്ല, ഭരണസമിതിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ. മിണ്ടാതെ ഈ പ്രദേശത്തോട് തിരിഞ്ഞോക്കാത്ത എന്നിലാണ് തുടങ്ങുന്നത്. മല്ലിക ചേച്ചി ലൂസ് സ്റ്റോക്കർ എന്തടിസ്ഥാനത്തിൽ കുക്കു പരമേശ്വരൻ പറഞ്ഞത്? ഞാൻ ആ കെട്ടിടമേ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടെ തമ്മിലൊരു സ്വരച്ചേർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. മുന്നോട്ട് പോക്ക്, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വിവരമുള്ള ഈ എന്താ പറയുക, ചലച്ചിത്ര ലോകത്തിനെ പറ്റി ആധികാരികമായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവരെ ഭരണസമിതിയിൽ വയ്ക്കുക. പെണ്ണുങ്ങൾ വളരെ കുറവാണ്. പെണ്ണുങ്ങളില്ല മോനെ, സത്യത്തിൽ അവർ ഇല്ല ചെറുപ്പക്കാരാണല്ലോ വരേണ്ടത്. അവർ അങ്ങനെ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മക്കള് ദുബായിൽ നിന്ന് ഷൂട്ടിങ് കളഞ്ഞേച്ച് വരികയും ചെയ്യും. അല്ല, കണക്കിൻ്റെ പൊരുത്തക്കേടാണ് അവർ ശ്വേതയ്ക്കൊരു വല്ലാതെ വല്ലായ്മ തോന്നി ഇറങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് ശരിയല്ല, കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ടത് സെക്രട്ടറിയും ട്രഷററും ഒക്കെയാണ്. പക്ഷേ അത് അവരും ഉണ്ടാതിരുന്നപ്പോൾ ശ്വേതയ്ക്ക് തോന്നിക്കാണ് ഞാനായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് അത് ഈ സീനിയേഴ്സായിട്ടുള്ള നടന്മാർ തീരുമാനിക്കണം. അവരിങ്ങനെ മൗനം പാലിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് ആ ആനുകൂല്യങ്ങൾ, പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, പണങ്ങളൊന്നും വലുതായിട്ടില്ലാത്തവർ, അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് നയിക്കണം. പക്ഷേ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 അയിലത്ത് അടുപ്പിക്കരുത്. ഇല്ല ഇപ്പം അതാ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഈ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പിലത്തെ കമ്മിറ്റി, ഇപ്പോഴത്തെ കമ്മിറ്റി, ഇതിലാരൊക്കെയാണ് ആരോപിതരെന്നൊന്നും ഞങ്ങൾക്കൊരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാലേ. അങ്ങനെ ഒരു ഇടപാടില്ല ഇവിടെ. ആർക്ക്? ഞാനെന്തോ പ്രതികരിച്ചപ്പോൾ നമുക്ക് പണമേ വേണ്ട, പിന്നെ എവിടെ പ്രതികരിച്ചത് എന്തുവാ? ഞാനിപ്പോൾ നായികയൊന്നും അല്ലല്ലോ, പേടിക്കേണ്ടവർ അവരൊക്കെയാണ്. നായിക, അമ്മൂമ്മ, അമ്മായിയമ്മയായിട്ടൊക്കെ ഇപ്പോഴും അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഞാനീ വീട്ടിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് താമം ചോദിച്ചിരിക്കുന്ന പ്രായം. അങ്ങോട്ട് അതാ അവർ ഫോൺ അടിക്കുന്നത്.